ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. രണ്ടാം ബലാത്സംഗ കേസിലെ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ വിളിച്ചത് രഹസ്യമൊഴി നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം 16-ാം തീയതിയാണ് അതിജീവിത രഹസ്യമൊഴി നൽകിയത്. രാഹുൽ വാട്സപ്പിൽ വിളിച്ചെങ്കിലും എടുത്തില്ലെന്നും ഫോൺ വന്നത് കടുത്ത മാനസിക സംഘർഷവും ഭയവും ഉണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നു. പരാതിക്കൊപ്പം ഫോൺ വിളിയുടെ വിവരങ്ങളും പോലീസ് കോടതിയിൽ ഹാജരാക്കി. ഉപാധി ലംഘിച്ചെന്ന് കണ്ടെത്തിയാൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കും. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ രാഹുലിന് അറിയൂലേ ഇതൊരു ജാമ്യ വ്യവസ്ഥയാണ്? രണ്ടാമത്തെ പരാതിക്കാരി രഹസ്യമൊഴി നൽകുന്നു. അത് ഗുരുതരമായിട്ടുള്ള രഹസ്യമൊഴിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിൽ ബലാത്സംഗമുണ്ട്, തട്ടിക്കൊണ്ടുപോകലുണ്ട്, അങ്ങനെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മാത്രമല്ല, ആ രണ്ടാമത്തെ പരാതിക്കാരിയാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടുമില്ല. അപ്പോൾ ബലാത്സംഗ കുറ്റമൊക്കെ വേണമെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കാൻ സാധ്യതയുള്ളൊരു കേസാണ്. അതിൽ രഹസ്യമൊഴി നൽകിയതോടുകൂടി തന്നെ പ്രതിരോധത്തിലായി രാഹുൽ. അതിനിടയ്ക്കാണ് മുൻകൂർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് രാഹുൽ വാട്സപ്പ് വഴി വിളിച്ചത് എന്നാണ് ഈ അതിജീവിത പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരം, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാം, അല്ലേ ഹരി? അരുൺ, തീർച്ചയായിട്ടും ഏതൊരു കേസിന്റെയും ജാമ്യ വ്യവസ്ഥയിലുള്ള ഒരു പ്രധാന കാര്യമാണ് സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും ആ കേസിന്റെ അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ ഇടപെടരുതെന്നുള്ളത്. ഇപ്പോൾ ലൈംഗിക അതിക്രമ കേസായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിൽ അതിജീവിതയുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് അതിനകത്തുണ്ടാവുക. ഇപ്പോൾ ഇത് മുൻകൂർ ജാമ്യമാണ് താനും. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യത്തിന്റെ വ്യവസ്ഥകളിൽ അഞ്ചാമത്തേതായിട്ട് തന്നെ പറയുന്നത് അതിജീവിതയുമായി ഫോണിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ ഉപയോഗിച്ചോ ബന്ധപ്പെടരുത്, മറ്റാരു വഴിയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുത്. ഇത് അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്, അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതായിരുന്നു സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ വിളിക്കാൻ ശ്രമിച്ചു. ആ വിളിക്കാൻ ശ്രമിച്ചത് എന്നാണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കേസിൽ അതിജീവിത രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് ഈ മാസം 16-ാം തീയതി നെടുമങ്ങാട് കോടതിയിലാണ്. ആ 16-ാം തീയതി രഹസ്യമൊഴി രേഖപ്പെടുത്തി 17-ാം തീയതി വൈകിട്ട് 7:23 രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൾ വാട്സപ്പിൽ അതിജീവിതയ്ക്ക് എത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഈ കേസിലെ പ്രതി എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൾ വരുമ്പോൾ അതിജീവിതയ്ക്ക് ഭയമുണ്ടാകും, മാനസിക സംഘർഷമുണ്ടാകും. അക്കാര്യം പരാതിയിൽ കൃത്യമായി അതിജീവിത രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള കാര്യവും അവർ പറഞ്ഞു. ആ ഫോൺ വന്നതിൻ്റെ സ്ക്രീൻഷോട്ടും മറ്റു വിവരങ്ങളടക്കം നൽകിക്കൊണ്ടാണ് ഈ പ്രത്യേക സംഘത്തിന് ഒരു പരാതി അതിജീവിത നൽകിയിരിക്കുന്നത്. ആ പരാതിയുമായിട്ടാണ് ഇന്നലെ പ്രത്യേക സംഘം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി സമർപ്പിച്ചത്. അതിൽ കോടതി ഇന്നലെ വാദം കേട്ടു. 28-ാം തീയതി രാഹുൽ നേരിട്ട് ഹാജരായിക്കൊണ്ട് മുൻകൂർ ജാമ്യം റദ്ദാക്കാതിരിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ എന്താണ് പറയാൻ പോവുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. അതിജീവിതയെ വിളിച്ചതിന് എന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണം രാഹുൽ അന്നത്തെ ദിവസം പറയുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നോക്കേണ്ടത്. അരുൺ, ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. അതറിയാതെ കൈതട്ടി വന്നതാണ് എന്ന് വേണമെങ്കിൽ രാഹുലിന് പറയാം. പക്ഷേ കൈതട്ടി അറിയാതെ അതിജീവിതയുടെ ഫോണിലേക്ക് വരണമെങ്കിൽ അതിജീവിതയുടെ ഫോൺ നമ്പർ അതിൽ സേവ് ചെയ്യുകയും ആ സേവ് ചെയ്ത ഫോൺ നമ്പർ അവിടെ ആ സമയത്ത് ഓപ്പൺ ആയിരിക്കുകയും ഒക്കെ വേണം. അതൊക്കെ രാഹുൽ കോടതിയിൽ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. പക്ഷേ എന്തായാലും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ളതാണ്. ജാമ്യ വ്യവസ്ഥയാണ്, വളരെ കർശനമായ ജാമ്യ വ്യവസ്ഥയിലാണ് പുറത്തുവിട്ടത്.